തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പഴയ കെട്ടിടങ്ങളുടെ പരിശോധന സാങ്കേതിക തികവുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണമെന്ന ആവശ്യം. 2025 സെപ്റ്റംബറിൽ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം 5 സെക്ടറുകളിലായാണ് പരിശോധന നടത്തിയത്. ഫയർഫോഴ്സിന്റെ NOC വാങ്ങാതെയും പുതുക്കാതെയും നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വിവിധ കാരണങ്ങളാൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങളിൽ 84 എണ്ണം അതീവ ദുർബലമാണെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 9 കെട്ടിടങ്ങൾ മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ നൽകിയ വിശദീകരണം. ബലക്ഷമത സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയെന്നും പറയുന്നു. എഞ്ചിനീയറിംഗ് കോളേജും മറ്റു സ്വകാര്യ ഏജൻസികളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ കെട്ടിടങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ തകർന്നവയിൽ ഏറെയും. ചെലവേറുമെങ്കിലും കൊച്ചി കോർപ്പറേഷനടക്കം IIT മദ്രാസ് പോലുള്ള സ്ഥാപനങ്ങളെയാണ് പരിശോധനകൾക്ക് ചുമതലപ്പെടുത്താറ്. ഇതേ മാതൃക തൃശൂരിലും പിന്തുടരണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് അപകട സാധ്യത വർദ്ധിക്കുന്നത് മുൻപിൽ കാണണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. 2025 സെപ്റ്റംബറിൽ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം 5 സെക്ടറുകളിലായാണ് പരിശോധന നടത്തിയത്. സെക്ടർ 1-ൽ പരിശോധിച്ച 78 കെട്ടിടങ്ങളിൽ 10 എണ്ണം അറ്റകുറ്റപ്പണി ചെയ്ത് നിലനിർത്താമെന്നും 8 കെട്ടിടങ്ങൾ പൊളിക്കണമെന്നും റിപ്പോർട്ട് ചെയ്തു. സെക്ടർ 2-ൽ 14 കെട്ടിടങ്ങൾ പരിശോധിച്ചു, 1 എണ്ണം പൊളിക്കണം. 3, 4, 5 സെക്ടറുകളിൽ 179 കെട്ടിടങ്ങൾ പരിശോധിച്ചു. ഇതിൽ 33 എണ്ണത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യമാണെന്നും റിപ്പോർട്ട് നൽകി. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിക്കണമെന്ന് 2025 ഒക്ടോബർ 13-നും 20-നും നോട്ടീസ് നൽകി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 9 കെട്ടിടങ്ങളുടെ ഉടമകളുമായി യോഗം നടത്തിയെന്നും ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ കത്ത് നൽകിയെന്നും മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. ഫയർഫോഴ്സിന്റെ NOC വാങ്ങാതെയും പുതുക്കാതെയും നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നെന്നാണ് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട്. കെട്ടിടങ്ങളിൽ അനധികൃത കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും തൃശൂർ നിലയത്തിലെ മേധാവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയെന്നും ഫയർഫോഴ്സ് 2024 നവംബർ 15 നൽകിയ റിപ്പോർട്ടിലുണ്ട്. മീഡിയ ടൈം, തൃശൂർ.